PSC ബുള്ളറ്റിൻ 2024 മാർച്ച് 15 എഡിഷനിൽ വിശേഷാൽ പതിപ്പിൻ്റെ തുടർച്ചയെന്നും പറഞ്ഞ 100 പ്രസ്താവന ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സെറ്റ് കേരള സംസ്കാരമാണ്. വരാൻ പോകുന്ന LDCക്കും പിന്നെ അതിനുശേഷം വരാൻ പോകുന്ന PSC പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്പെടുന്നതാണ്. ആദ്യത്തെ സെറ്റിൽ നമുക്ക് കേരള സംസ്കാരത്തിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1, പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി 1952 ആദ്യമായി നടന്നപ്പോൾ ജേതാവായത് നടുഭാഗം ചുണ്ടനാണ്. പ്രസ്താവന 2, ജലാശയത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുമ്പം ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. പട്ടിക 1 ആദ്യം കൊടുത്തിരിക്കുന്ന രാജീവ് ഗാന്ധി ബോട്ട് റേസ്, അതിന് നേരെ കന്നേറ്റി കായൽ, അതായത് ഈ വള്ളംകളികളൊക്കെ നടക്കുന്ന കായലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 2 കുമാരനാശാൻ സ്മാരക ജലോത്സവം പലനയാറ്. 3 ആറന്മുള ഉത്രട്ടാതി വള്ളംകളി പമ്പയാറിൽ. 4 ശ്രീനാരായണ ട്രോഫി വള്ളംകളി പുളിങ്കുന്ന് കായൽ. അപ്പോൾ ഇതിൻ്റെ ചേരുംപടി ചേർക്കാൻ ഇതിൽ നമുക്ക് രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത് പുളിങ്കുന്ന് കായലിലാണ്. രാജീവ് ഗാന്ധി ബോട്ട് റേസ് പുളിങ്കുന്ന് കായലിൽ, അപ്പോൾ 1 D ആണ്. കുമാരനാശാൻ ജലോത്സവം നടക്കുന്നത് പല്ലനയാറ്. ആറന്മുള ഉത്തരാട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പയിലാണ്. ബോട്ട് റേസ് നടക്കുന്നത് പുളിങ്കുന്ന് കായലിൽ. കുമാരനാശാൻ സ്മാരക ജലോത്സവം നടക്കുന്നത് പല്ലനയാറിൽ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഞാനിതൊന്നും മാർക്ക് ചെയ്യത്തില്ല കേട്ടോ, നിങ്ങൾ തന്നെ ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ട് പിന്നീട് അത് നോക്കണം, അപ്പം ഓർത്തിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരം. പിന്നെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് പഞ്ചാരിമേളം. 3 കേരള കുംഭമേള എന്നറിയപ്പെടുന്ന മകരവിളക്കാണ്. 4 വേലകളുടെ വേല നെന്മാറ വേല. ഇത് 4 ശരിയാണ്, ശരിയായ ജോഡിയാണ്. അപ്പോൾ വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതിനല്ലേ 1, 2, 3, 4 ഉള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1, കടവല്ലൂർ അന്യോന്യവുമായി ബന്ധപ്പെട്ട പ്രധാന പരീക്ഷ കടന്നിരിക്കൽ എന്നറിയപ്പെടുന്നു. ആ പ്രസ്താവന ശരിയാണ്. ഈ പ്രസ്താവന 2, കൊച്ചിയിലെ രാജഭരണത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പ്രസിദ്ധമായ അത്തം ഘോഷയാത്ര നടക്കുന്നത് തൃക്കാക്കരയിലാണ്. 4ൻ്റെ ആൻസർ എ ആണ്, കാരണം പ്രസ്താവന 1 മാത്രമേ ഉള്ളൂ ശരി, പ്രസ്താവന 2 തെറ്റാണ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. അതായത് ഇത് ഓരോന്നും നടക്കുന്നത് ഏത് മാസത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രേവതി പട്ടത്താനം നടക്കുന്നത്, തൃശ്ശൂർ പൂരം നടക്കുന്നത്, പിന്നെ പട്ടിക അത് മേളിലായിപ്പോയി. വൈക്കത്തഷ്ടമി ഉത്രാളിക്കാവ് പൂരം. ഇത് ഇത്രയും നടക്കുന്നത് എവിടെ നിന്നാണ്, ഏത് മാസമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഉത്രാളിക്കാവ് പൂരം നടക്കുന്നത് കുംഭമാസത്തിലാണ്, അപ്പം 4A ആണ്. ഇനി തൃശ്ശൂർ പൂരം നടക്കുന്നത് മേടമാസത്തിലാണ്, അപ്പോൾ 2B 4A എന്ന് കിട്ടി. ഇത് 2 അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഓപ്ഷനെ നോക്കി എഴുതാം. ഈ 2Bയും 4Aയും കൂടെ വരുന്നുണ്ടോ എന്ന് നോക്കാം. 2Bയും 4Aയും കൂടെ വരുന്ന ഒരൊറ്റ ഓപ്ഷനാണ് ഉള്ളത്, സി. എനിക്കിതിലാണ് അറിയത്തുള്ളായിരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ, നമുക്കിങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ട് ഇങ്ങനെ ചേരുംപടി ചേർക്കുകയിൽ. അപ്പം ഇതിനകത്ത് 2Bയും 4Aയും വന്നപ്പം അത് ബാക്കി അപ്പം നമുക്ക് കിട്ടി. ഇനി 1 D ആണ്, രേവതി പട്ടത്താനം നടക്കുന്നത് തുലാമാസത്തിലാണ്. ഇനി 3 വൈക്കത്തഷ്ടമി നടക്കുന്നത് വൃശ്ചിക മാസം. ഇതിൻ്റെ ഓപ്ഷൻ സി ആണ് ആൻസർ.
ഒരെണ്ണം പറഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കറക്റ്റ് ചെയ്യാൻ പറ്റും. 5ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നോട്ട് ചെയ്തോണേ. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? എ. മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടിയിലാണ്. അത് ശരിയാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് വൈലോപ്പള്ളി ശ്രീധരൻ മേനോനായിരുന്നു. അത് ശരിയാണ്. അമ്പലപ്പുഴയിലും കിള്ളിക്കുറിശി മംഗലത്തും സ്മാരകങ്ങളുള്ള മലയാള കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അത് ശരിയാണ്. ഇത് 3 ശരിയാണ്. ഇനി ഏതെങ്കിലും ഒരെണ്ണം തെറ്റായിരിക്കുമല്ലോ. ഇട്ടി അച്യുതൻ സ്മാരക ഹോർത്തൂസ് മലബാറിക സസ്യ സർവസ്വം ആലപ്പുഴയിലാണ്. അത് തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ 3 ശരി, ഡി തെറ്റാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ട്രിക്കായിട്ടും ചെയ്യാൻ പറ്റും. ഇനി ചേരുംപടി ചേർക്കുക. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് ഇത് സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. 1 ഡി. 1 ഡി ആണ് ആൻസർ. മണ്ണടി. സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് അത് തൃപ്പൂണിത്തുറയിലാണ്. സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് 2 ബി തന്നെ. അപ്പോൾ 1 ഡിയും 2 ബിയും ഉള്ള ഓപ്ഷനെ നമുക്ക് നോക്കാം. 1 ഡിയും 2 ബിയും ഉള്ള ബിയും സിയും 1 ബിയും. അപ്പം എയും ഡിയും ഇവിടെ നിന്ന് എലിമിനേറ്റ് ആയിപ്പോയി. ഇനി ബിയും സിയുമാണ് നമുക്ക് ഇതാക്കേണ്ടത്, കറക്റ്റ് ചെയ്യേണ്ടത്. ഇനി കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് അതെവിടെയാണെന്ന് നോക്കണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് തിരുവനന്തപുരമാണെന്ന്. അപ്പം എളുപ്പമായി. അപ്പോൾ ബി നമുക്ക് കണ്ണും പൂട്ടി കുത്താം. ഇനിയിപ്പോൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതി ഏതാണെന്ന് നോക്കാം. അത് കോട്ടയത്താണ്. അല്ല, നമുക്കിത് 3 കിട്ടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാവുന്നത് വെച്ച് എലിമിനേഷൻ മെത്തേഡ് വെച്ച് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ പ്രസ്ഥാന കാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. അത് ശരിയാണ്. നമ്മളൊരു ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ തന്നെ ഒരു ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. ഇപ്പോൾ പ്രസ്താവന 1 ശരിയാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് നോക്കാം. ഇത് കണ്ട ബി കണ്ട പ്രസ്താവന 2 ശരി, പ്രസ്താവന 1 തെറ്റ്. അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ബി നമ്മളിനി നോക്കേണ്ട കാര്യമില്ല. 2 പ്രസ്താവനകളും തെറ്റ് എന്നുള്ളത് നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ഇനി നമുക്കുള്ള വെല്ലുവിളി എയിൽ നിന്നും ഈ ഓപ്ഷൻ എയിൽ നിന്നും സിയിൽ നിന്നും ഏത് എഴുതണമെന്നുള്ളതാണ്. പ്രസ്താവന 1 ശരിയാണ്. അത് വെച്ചിട്ട് ഓപ്ഷൻ എയിലും പ്രസ്താവന 1 ശരിയാണ്, ഓപ്ഷൻ സിയിലും പ്രസ്താവന 1 ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് പ്രസ്താവന 2 ശരിയാണെന്ന് നോക്കണം. കുന്നംകുളത്ത് വള്ളത്തോൾ സ്ഥാപിച്ച കഥകളി വിദ്യാലയമാണ് പിൽക്കാലത്ത് കലാമണ്ഡലമായി രൂപാന്തരപ്പെട്ടത്. ശരിയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. അപ്പോൾ 2 പ്രസ്താവനകളും ശരി. 8 സി. നമുക്കിങ്ങനെ ഇങ്ങനെ ചേരുംപടി ഇറക്കുകയും പ്രസ്താവന ചോദ്യങ്ങളൊക്കെ എല്ലാം അറിയണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഈ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാന്നേ ഉള്ളൂ. നിങ്ങളിത് പരീക്ഷയ്ക്ക് കാണുമ്പോൾ വിട്ട് കളയരുത് പേടിച്ചിട്ട്. ഇനി പട്ടിക 1 പട്ടിക 2 ചേരുംപടി ചേർക്കുക. 9 അത് 9ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇതിൽ നമുക്ക് കോട്ടപ്പുറം ജലോത്സവം എവിടെയാണെന്ന് നോക്കാം നടക്കുന്നത്. കോട്ടപ്പുറം ജലോത്സവം നടക്കുന്നത് തൃശ്ശൂർ. കോട്ടപ്പുറം തൃശ്ശൂരിലൊരു സ്ഥലമല്ലേ. അപ്പോൾ 1 ഡി വന്നിട്ടുണ്ട്. 1 ഡി ഏതൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കുക. 1 ഡി വന്നിരിക്കുന്ന ഓപ്ഷൻ എ വന്നിട്ടുണ്ട്. ബി നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണേ. പിന്നുള്ള ഓപ്ഷൻ 1 ഡി വന്നിരിക്കുന്ന ആ ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് നമുക്ക് ബിയും സിയും ഡിയും കളയാം. എനിക്കിത് കോട്ടപ്പുറം ജലോത്സവം തൃശ്ശൂരാണെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ ഒരു എലിമിനേഷൻ മെത്തേഡ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ അറിയാവുന്ന വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു എലിമിനേഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഈ എ ബി സി ഡി ഓപ്ഷനിൽ 1 ഡി വരുന്ന ഒറ്റ ഓപ്ഷനുള്ളൂ എ. അപ്പോൾ അത് കണ്ണും പൂട്ടി അങ്ങോട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ബാക്കിയുള്ള നോക്കാം. ബി എം വള്ളംകളി 2 ബി മലപ്പുറത്താണ്. 3 എ നീരേറ്റുപുറം ജലോത്സവം ആലപ്പുഴയിലാണ്. എനിക്കറിയില്ലായിരുന്നു, പക്ഷെ നമുക്ക് ഒരെണ്ണം അറിയാവുന്നതുകൊണ്ട് തന്നെ ബാക്കി കിട്ടിയല്ലോ. 4 സി താഴത്തങ്ങാടി വള്ളംകളി കോട്ടയത്താണ്. അയ്യങ്കാളി ബോട്ട് റേസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് തിരുവനന്തപുരത്താണ്. അയ്യങ്കാളിയെപ്പറ്റി നമ്മൾ നവോത്ഥാനത്തിൽ പഠിക്കുമ്പോൾ അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് ആൻസർ. കണ്ട, ഒരു കാര്യം മാത്രം അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഒരു മാർക്കാണ് കിട്ടിയത്. ഇത് പേടിച്ച് വിട്ടാൽ നമുക്കത് മാർക്കും കിട്ടില്ല. ഇനി 10ലോട്ട് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1. വിറകിടിയിൽ വെച്ചൂട്ട് നേർച്ച വിളമ്പ് എന്നിവ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളിൻ്റെ ഭാഗമായ ആഘോഷങ്ങളാണ്.
പ്രസ്താവന 2. 8 നോയമ്പ് പെരുന്നാളിന് പ്രസിദ്ധമായ കോട്ടയം ജില്ലയിലെ ക്രിസ്തീയ ദേവാലയമാണ് മണ്ണുകാട് സെൻറ്റ് മേരീസ് പള്ളി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി കണ്ടെത്തുക. പ്രസ്താവന 2 ശരിയാണ്. ഇവിടെ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് നോക്കുക, നേരത്തെ ചെയ്ത കണക്ക്. രണ്ടാമത്തെ പ്രസ്താവന ശരിയെന്ന് വരുന്ന ഓപ്ഷനൊക്കെ എടുക്കുക. ബിയിൽ പ്രസ്താവന 2 ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അതാണ് കൂടുതൽ ആപ്റ്റ്. കാരണം വിറകിടിയിൽ വെച്ചൂട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാൾ നമ്മൾ ഉത്സവങ്ങൾ എന്നുള്ള ഭാഗത്ത് എല്ലാ റാങ്ക് ഫയലും കൊടുത്തിട്ടുള്ള സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളിൻ്റെ ഭാഗം ആഘോഷങ്ങളാണ് വിറകിടിയിൽ വെച്ചൂട്ട് നേർച്ച വിളമ്പ്. അപ്പോൾ ഈ പ്രസ്താവന 2 ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. 1. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗായകൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. ബി. പട്ടിക 2 ബി കിടക്കുന്നു. അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി ആരാണ്? 2. പട്ടിക 2ലുള്ള എ. ONV കുറുപ്പാണ്. 3. മലയാളത്തിൻ്റെ സ്കോട്ട് നമുക്കറിയാം, CV രാമൻപിള്ള. 4. ശക്തിയുടെ കവി ഇടശ്ശേരി. അതേപോലെ കൊടുത്തിട്ടുണ്ട്. 4 ഡിയും 3 സിയും അങ്ങനെ തന്നെയുണ്ട്. പിന്നെ നമുക്ക് വ്യത്യാസമുള്ളത് 1 ബിയും 2 എയും ആണെന്നുള്ളതാണ്. അപ്പം പട്ടിക 1ൻ്റെ ആൻസർ 1 ബി 2 എ 3 സി 4 ഡി. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗായകൻ വള്ളത്തോൾ നാരായണ മേനോൻ, അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി ONV, മലയാളത്തിൻ്റെ സ്കോട്ട് CV രാമൻപിള്ള, ശക്തിയുടെ കവി ഇടശ്ശേരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അങ്ങനെ വരുമ്പോൾ 1 ബി 2 എ 3 സി 4 ഡി. ശരിയായ ജോഡികൾ ഏതെല്ലാം? ഇത് നമ്മൾ നോക്കുമ്പോൾ ഘോഷയാത്ര TGS ജോർജാണ്. 2. അറ്റുപോകാത്ത ഓർമ്മകൾ പ്രൊഫസർ TJ ജോസഫ്. കർമ്മഗതി MK സാനു. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ CB മാത്യൂസ് ആണോ? അല്ല, ജേക്കബ് തോമസ്. CB മാത്യൂസ് അല്ല. അപ്പം 4 തെറ്റാണ്. 3 ശരിയാണ്, 2 ശരിയാണ്, 1 ശരിയാണ്. 4 തെറ്റാണെന്നറിയാവുന്ന ഒരാൾക്ക് വേറൊന്നും അറിയത്തില്ലേലും ഓപ്ഷൻ ഡിയിലോട്ട് കുത്താം. എലിമിനേഷൻ മെത്തേഡ് വെച്ച് കണ്ടോ, ഓപ്ഷൻ എയിലും 4 ഉണ്ട്, ബിയിലും 4 ഉണ്ട്, സിയിലും 4 ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് വേറെ ഒന്നും അറിയത്തില്ലെങ്കിലും ആൻസറിന് 1 മാർക്ക് കിട്ടും. ഇതാണൊരു ട്രിക്ക് ചോദ്യത്തിൻ്റെ. എലിമിനേഷൻ മെത്തേഡ് വെച്ച് മാർക്ക് കിട്ടും. അടുത്തതിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. 1. കേരള കൗമുദി CV കുഞ്ഞിരാമൻ, അത് ശരിയാണ്. മലയാള മനോരമ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, അതും ശരിയാണ്. 3. മംഗളം MC വർഗീസ്, അതും ശരിയാണ്. രാജ്യസമാചാരം ഹെർമൻ ഗോഡാറ്റ്. അപ്പോൾ ഇത് 4ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3, 4. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണമാണ് കേരള കർഷകൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രസിദ്ധീകരണമാണ് വിദ്യാരംഗം. ഫോക്ലോർ അക്കാഡമിയുടെ പ്രസിദ്ധീകരണമാണ് കേളി. ഫോക്ലോർ അക്കാഡമിയുടെ പ്രസിദ്ധീകരണമാണോ കേളി? അല്ല, കേരള സംഗീത നാടക അക്കാഡമിയുടെ ബൈബന്ധലി മാഗസിനാണ് കേളി. 4 തെറ്റിപ്പോയി. 1, 2, 3 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. കേരള സംഗീത നാടക അക്കാഡമിയുടെ ബൈബന്ധലി മാഗസിനാണ് കേളി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണമാണ് കേരള കർഷകൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രസിദ്ധീകരണമാണ് വിദ്യാരംഗം. തെറ്റായ ജോഡി ഏത്? ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം പൂക്കോട്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ Fൻ്റെ ആകൃതിയിലുള്ള തടാകം ശാസ്താംകോട്ട. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം മേപ്പാടി. പനയിലയുടെ ആകൃതിയിലുള്ള തടാകം വേമ്പനാട്. പനയിലയുടെ ആകൃതിയിലുള്ള തടാകം വേമ്പനാട്, അതാണ് തെറ്റ്. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ Fൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് ശാസ്താംകോട്ട. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പാടി. ഇത് 3ഉം ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ഇതിൻ്റെ ഇമേജ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദലാൽ തെരുവിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സ്ഥാപകൻ പ്രേംചന്ദ് റോയ് ചന്ദ് ആണ്. അതും ശരിയാണ്. ഇനി 3ാമത്തെ പ്രസ്താവന, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആദ്യ നാമമാണ് ദ ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. അത് ശരിയാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആദ്യ നാമമായിരുന്നു ദ ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ.
ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയായ സെൻസെക്സ് നിശ്ചയിക്കുന്നത് 30 കമ്പനികളുടെ ഓഹരികളുടെ വിപണി മൂല്യത്തിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ്. അതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയായ സെൻസെക്സ് നിശ്ചയിക്കുന്നത് 30 കമ്പനികളുടെ ഓഹരികളുടെ വിപണി മൂല്യത്തിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ്. അതും ശരിയാണ്. അപ്പോൾ ഈ 4 പ്രസ്താവനകളും ശരിയാണ്. ഇതിൻ്റെ ആൻസർ എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലാണ് വന്ദേമാതരം ഉൾപ്പെടുന്നത്. പ്രസ്താവന 2, സംവാദ് കൗമുദി എന്ന പ്രസിദ്ധീകരണത്തിലാണ് ആനന്ദമഠം ആദ്യമായി അച്ചടിച്ചത്. പ്രസ്താവന 1 ശരിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലാണ് വന്ദേമാതരം ഉൾപ്പെടുന്നത്. പ്രസ്താവന 2 കണ്ടോ, സംവാദ് കൗമുദി എന്ന പ്രസിദ്ധീകരണത്തിലാണ് ആനന്ദമഠം ആദ്യമായി അച്ചടിച്ചത്. അത് തെറ്റാ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. പ്രസ്താവന 1 ശരി, പ്രസ്താവന 2 തെറ്റ്. ഓക്കെ, ഒരു ചേരുംപടി ചേർക്കുകയാണ്. ഒന്നാമത്തെ, കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഡി ആണ്, പാലാട്ട് മോഹൻദാസ്. രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഒന്നാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ, അത് ബി തന്നെ, ചേർന്നുള്ള തന്നെ PM അബ്രഹാമാണ് എൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തത്, കേരളത്തിൻ്റെ ആദ്യത്തെ ലോകായുക്ത, അത് എ കൊടുത്തിരിക്കുന്ന അപ്പുറത്തെ പട്ടികയിൽ എ കൊടുത്തിരിക്കുന്നതാണ്, ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. ഇനി കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, അത് സി ആണ്, MSK രാമസ്വാമി. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. ഒന്നാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ PM അബ്രഹാം. കേരളത്തിൻ്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി. ഇത് 4 PSC പരീക്ഷകൾക്ക് പല തവണയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അത് 10 തെറ്റായ ജോഡിയത്. കറുത്ത മരണം, പ്ലേഗ്, ഡാൽട്ടണിസം നിശാന്തത, ബ്ലാക്ക് വാട്ടർ ഫീവർ, മലേറിയ, ചുവന്ന പ്ലേഗ്, വസൂരി. ഇതിൽ ബി ആണ് തെറ്റ്, ഡാൽട്ടണിസം നിശാന്തത. ബാക്കി 3 ശരിയാണ്. കറുത്ത മരണം, പ്ലേഗ് ശരിയാണ്, ബ്ലാക്ക് വാട്ടർ ഫീവർ, മലേറിയ ശരിയാണ്, ചുവന്ന പ്ലേഗ്, വസൂരി അത് ശരിയാണ്. ഡാൽട്ടണിസം നിശാന്തത തെറ്റാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. പട്ടിക 1 ആദ്യം 1 മലബാർ മാനുവൽ. മലബാർ മാനുവൽ രചിച്ചത് അത് ഇത് നദിയായിട്ട് ബന്ധപ്പെട്ടാണ്. മലബാർ മാനുവൽ 1 ബി കോരപ്പുഴ. 2 അതെനിക്കറിയില്ലായിരുന്നു, ഇപ്പോൾ ഓപ്ഷനിൽ നോക്കിയിട്ടാണ് ഞാനും കണ്ടത്. 2 ഗുരുസാഗരം അത് തൂതപ്പുഴയാണ്, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ 2A നമുക്കിവിടെ കിട്ടി. ഇതൊക്കെ കണ്ടത് എലിമിനേഷൻ മെത്തേഡ്. ഏതെങ്കിലും ഒന്നറിയാമെങ്കിൽ നമുക്ക് സുഖമാണ്. ഈ ഗുരുസാഗരം തൂതപ്പുഴ എന്നുള്ള എനിക്കറിയാമായിരുന്നേ. ഇത് ഓപ്ഷൻ ഡി നോക്കിയേ, 2A വരുമ്പോൾ തന്നെ ആ 2A മാത്രമേ ഉള്ളൂ. ബാക്കി 3 എലിമിനേറ്റ് ചെയ്ത് പോകും, എയും ബിയും സിയും. പിന്നെ നമുക്ക് കണ്ണും പൂട്ടി കുത്താം. അപ്പം ഗുരുസാഗരം, തൂതപ്പുഴ, ഇനി 3 നാടൻ പ്രേമം, ഇരുവഞ്ഞിപ്പുഴ, 4 ഓർമ്മയുടെ അറകൾ, 4C മൂവാറ്റുപുഴയാറ്. 15ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി കുമാരനാശാൻ രചിച്ച വരി അല്ലാത്തത് ഏത്? എ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, അത് കുമാരനാശാൻ്റെയാണ്. ശ്രീഭൂവിലസ്ഥിര അസംശയം ഇന്ന് നിൻ്റെ യാഭൂതി എങ്ങും പുനരെങ്ങും കിടപ്പിതോർത്താൽ, അത് കുമാരനാശാൻ്റെയാണ്. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം, അത് കുമാരനാശാൻ്റെയാണ്. അപ്പം കൂരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിന് ഉറ്റ തൊഴി, അത് കുമാരനാശാൻ്റെ അല്ല. ആൻസർ തെറ്റാണ്. അപ്പോൾ ഡി രചിച്ച വരിയല്ലാത്ത ഡി ആണ്. ഇനി ജ്ഞാനപീഠ ജേതാവായ അക്കിത്തത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതല്ല? മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ സ്മരണാർത്ഥം മഹാകവി അക്കിത്തൻ രചിച്ച കാവ്യമാണ് മരണമില്ലാത്ത മനുഷ്യൻ. ഗാന്ധിജിയെക്കുറിച്ച് അക്കിത്തൻ രചിച്ച കൃതിയാണ് ധർമ്മസൂര്യൻ. അക്കിത്ത അന്തരിച്ച വർഷമാണ് 2021. മൂർത്തിദേവി അവാർഡ് നേടിയ ആദ്യ മലയാള സാഹിത്യകാരൻ അക്കിത്തമാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ആണ് ശരിയായ പ്രസ്താവനകൾ. അതായത് മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ സ്മരണാർത്ഥം മഹാകവി അക്കിത്തൻ രചിച്ച കാവ്യമാണ് മരണമല്ലാത്ത മനുഷ്യൻ. പിന്നെ ഗാന്ധിജിയെക്കുറിച്ച് അക്കിത്തൻ രചിച്ച കൃതിയാണ് ധർമ്മസൂര്യൻ. പിന്നെ അക്കിത്ത അന്തരിച്ച വർഷം 2021 തെറ്റാണ്. 4ാമത്തെ ശരിയാണ്. മൂർത്തിദേവി അവാർഡ് നേടിയ ആദ്യ മലയാള സാഹിത്യകാരൻ അക്കിത്തമാണ്. ഒരു GKയും കിട്ടി, ചോദിക്കാൻ സാധ്യതയുള്ള.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. 1. കപടലോകത്തിലെന്നുടെ കാപഢ്യം സകലരും കാണുന്നതാണൻ പരാജയം. ഇതാരുടെ വരിയാണ്? അത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക, ചേരുംപടി ചേർക്കുകയല്ല. കപടലോകത്തിൽ എന്നോടെ കാപഢ്യം സകലരും കാണുന്നതാണൻ പരാജയം. അത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെയാണ്. അല്ലല്ലോ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ അല്ല. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, അത് പന്തളം കേരളവർമ്മയുടെയാണ്. ഈ കപടലോകത്തിൽ എന്നോട് ആരുടെയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ശരിക്കും. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, അത് പന്തളം കേരളവർമ്മയാണ്. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്ന അന്യമാം രാജ്യങ്ങളിൽ. പാലാ നാരായണൻ നായരുടേത്. പുഞ്ചിരി ഹാ കുലീനമാം പുഞ്ചിരി നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം, അത് വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ. ഓപ്ഷൻ ബി ആണ്. ഈ 18ൻ്റെ കപടലോകത്തിൽ എന്നോടെ കാപഢ്യം സകലരും കാണുന്നതാണൻ പരാജയം. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, അറിയാത്തവർക്ക് ഉപകാരപ്പെടുമല്ലോ. ഇനി 19 ശരിയായ ജോഡികൾ ഏതെല്ലാം? ചേതന മല്ലിക്, അതേത് കൃതിയിലെ കഥാപാത്രമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാച്ചാറാണ്. ചേതന മല്ലിക് ആരാച്ചാറാണ്. വിനോദിനി വാനപ്രസ്ഥം. ഇബിനു ബത്തൂത്ത ഗോവർദ്ധൻ്റെ യാത്രകളിലാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഒറ്റക്കണ്ണം പോക്കർ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. 1, 2, 3, 4. ഇനി ശരിയായ ജോഡികൾ ഓപ്ഷൻ എ ആണ്, അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് 4 ക്വസ്റ്റ്യനും നമുക്ക് കിട്ടി. ബി, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് കവി ONV കുറുപ്പിനെ സംബന്ധിച്ചതിൽ ശരിയല്ലാത്തത്? ഓപ്ഷൻ എ, പത്മശ്രീ ലഭിച്ചത് 1998 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2007. 2008 ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചത്. പത്മവിഭൂഷൺ ലഭിച്ചത് 2011. ഇതിൻ്റെ ഓപ്ഷൻ സി ആണ് തെറ്റ്. 20 2028 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. എക്സാക്റ്റ് ഇയർ ഞാനും മറന്നുപോയി, 2005 തോന്നുന്നു. എയും ബിയും ഡിയും ശരിയാണ്. ഇനി നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡൻറ്റ് കെ കേളപ്പനാണ്. അത് തെറ്റാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ പഴയ പേരാണ് നായർ ഭൃത്യ ജനസംഘം, അത് ശരിയാണ്. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് പെരുന്നേലാണ് നായർ സർവീസ് സൊസൈറ്റി ആസ്ഥാനം, അതും ശരിയാണ്. മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്, അതും ശരിയാണ്. ഇനി ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉപ്പ് നിയമം ലംഘിക്കുന്നതിനുള്ള ഗാന്ധിജിയുടെ ശ്രമത്തെ വിപ്ലവത്തിൻ്റെ കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്നും പാത്രത്തിൽ ഉപ്പുവെള്ളം തിളപ്പിച്ച് രാജാവിനെ നീക്കം ചെയ്യാനുള്ള ആശയമെന്ന് വിശേഷിപ്പിച്ച ഇംഗ്ലീഷ് പത്രപ്രവർത്തകനാണ് ഹെൻറി നോയൽ ബ്രൈൽസ്ഫോർഡ്. 2. എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയൻ്റെ മാർച്ചിനോട് ഉപ്പു സത്യാഗ്രഹത്തെ താരതമ്യപ്പെടുത്തിയത് സുഭാഷ് ചന്ദ്രബോസാണ്. മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമൻ ലങ്കയിലേക്കുള്ള പ്രയാണത്തോട് താരതമ്യപ്പെടുത്തിയത് ജവഹർലാൽ നെഹ്റുവാണ്. 4. മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയെ മോശയുടെ ഇസ്രായേലികൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര എന്ന് വിശേഷിപ്പിച്ചത് PC റായാണ്. ഡി ആണ് ആൻസർ. ഓപ്ഷൻ 1, 2, 4 ശരിയായ പ്രസ്താവനകൾ 1, 2, 4. അപ്പം 3 തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ശരിയായ പ്രസ്താവനകൾ ഏതല്ല? മതപീഡനത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് ആദ്യകാലത്ത് കുടിയേറിയവർ അറിയപ്പെടുന്ന പേരാണ് തീർത്ഥാടക പിതാക്കന്മാർ, പിൽഗ്രിം ഫാദേഴ്സ്. SCRT-ലുണ്ട്.
ജെയിംസ് രണ്ടാമൻ രാജാവിൻ്റെ മതപീഡനത്തിൻ്റെ ഫലമായിട്ടാണ് തീർത്ഥാടക പിതാക്കന്മാർ വടക്കേ അമേരിക്കയിലേക്ക് പോയത്. അത് തെറ്റാണ്. ജെയിംസ് രണ്ടാമൻ രാജാവിൻ്റെ എന്നുള്ള തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിലെത്തിയ വർഷം 1620. അത് ശരിയാണ്. 3 ശരിയാണ്. 1 3 ശരിയാണ്. തീർത്ഥാടക പിതാക്കന്മാർ സഞ്ചരിച്ച മെയ് ഫ്ലവർ കപ്പലിൽ സഞ്ചരിച്ചവരുടെ എണ്ണം 102 ആയിരുന്നു. 1 3 4 ശരിയാണ്. 2 തെറ്റാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളിയാണ് മീസോസ്പാസ്. ധ്രുവദീപ്തി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് വേണ്ടത്. ഇതിൽ നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. പിന്നെ അപ്പോൾ 1 ശരിയാണ്. അപ്പോൾ ബി എലിമിനേറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് 1 ഇല്ലല്ലോ. ബാക്കി നമുക്ക് ഇനി എയും സിയും ഡി ആണ് അറിയേണ്ടത് ഏതാണ്. മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളിയാണ് മീസോസ്പാസ്. അതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം. അപ്പോൾ പിന്നെ എലിമിനേഷൻ ചെയ്യുമ്പോൾ സി പോയി. നമുക്ക് എയും ഡിയും ആണ് നോക്കേണ്ടത്. ഇനി ധ്രുവദീപ്തി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. അത് ശരിയാണ്. ഈ റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ അല്ലല്ലോ, അയണോസ്ഫിയർ അല്ലേ. അപ്പം 4 തെറ്റാണ്. 1ഉം 2ഉം 3ഉം ആണ് ശരി. 4ാമത്തെ ഉത്തരത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം. ഒരാറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാലാണ്. അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആറ്റോമിക കണമാണ് ന്യൂട്രോൺ. വിഭജിക്കാൻ കഴിയാത്തതെന്ന അർത്ഥത്തിൽ അറ്റോമോസ് എന്ന പദം ആവിഷ്കരിച്ചത് ഡെമോക്രിറ്റസ് ആണ്. ഇതിൽ ശരിയായ പദം ഇതിനകത്ത് 4ഉം ശരിയാണ്. ഒരാറ്റം ആദ്യത്തെ പ്രസ്താവന ശരിയാണ്, 2ാമത്തെ പ്രസ്താവന ശരിയാണ്, 3ാമത്തെ പ്രസ്താവന ശരിയാണ്, 4ാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്തത്, ഇതിൽ തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്മാത്രകളുടെ കൂട്ടിമുട്ടലിൻ്റെ ഫലമായി താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന പ്രക്രിയയാണ് ചാലനം. അത് ശരിയാണ്. അപ്പം എ ശരിയാണ്. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത് ഭൗമ വികിരണം കാരണമാണ്. അതും ശരിയാണ്. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾസ് പ്രതി കിലോഗ്രാം കെൽവിനാണ്. അതും ശരിയാണ്. ഇനി തെർമോമീറ്ററിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും തുല്യമാകുന്നത് -32 ആണ്. അത് തെറ്റാണ്. അപ്പം എയും ബിയും ശരിയാണ്, ഡി ആണ് തെറ്റ്. ചേരുംപടി ചേർക്കുക. പട്ടിക 1, പട്ടിക 2 ഇതുമായിട്ട്. കിർമീര പദം ആട്ടക്കഥ, അത് കോട്ടയത്ത് തമ്പുരാനാണ്. 1 ബി ആണ്. ഒലിവർ വിജയം ആട്ടക്കഥ, ഒലിവർ വിജയം ആട്ടക്കഥ കട്ടക്കയം ചെറിയ മാപ്പിളയാണ്. ഇനി ബുദ്ധചരിതം ആട്ടക്കഥ NV കൃഷ്ണവാര്യറാണ്. 3 ഡി ആണ്. ഉത്തര സ്വയംവര ആട്ടക്കഥ 4 സീരൈമൻ തമ്പി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. കിർമീരവധ ആട്ടക്കഥ കോട്ടയത്ത് തമ്പുരാൻ, ഒലിവർ വിജയ ആട്ടക്കഥ കട്ടക്കയം ചെറിയാൻ മാപ്പിള, ബുദ്ധചരിതം ആട്ടക്കഥ NV കൃഷ്ണവാര്യർ, ഉത്തര സ്വയംവര ആട്ടക്കഥ ഇരയിമൻ തമ്പി. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ടാർജറ്റ് ഷൂട്ടിംഗ്, ബട്ടർഫ്ലൈ സ്ട്രോക്ക് നീന്തൽ, സ്റ്റെയിൽമേറ്റ് ഗോൾഫ്, ഗൂഗ്ലി ക്രിക്കറ്റ്. 2ഉം 4ഉം ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് ടാർജറ്റ് ഷൂട്ടിങ്ങിൻ്റെ ടാർജറ്റാണ്. ബട്ടർഫ്ലൈ സ്ട്രോക്ക്
നീന്തലാണ്. സ്റ്റെയിൽമേറ്റ് ഗോൾഫല്ല. ഗൂഗ്ലി ക്രിക്കറ്റാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1. കഥകളിയിൽ പിന്നണി ഗായകർ പാടുന്നതനുസരിച്ച് നടൻ അഭിനയിക്കുന്ന രീതിക്ക് തുടക്കമിട്ട സമ്പ്രദായമാണ് വെട്ടത്ത് നാടൻ സമ്പ്രദായം. വെട്ടത്ത് നാടൻ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങൾക്ക് എത്യോപ്യയിലെ പരമ്പരാഗതമായ വേഷമാണ് പ്രചോദനമായിട്ടുള്ളത്. ഒന്നുകൂടെ വായിക്കാം. പ്രസ്താവന 1. കഥകളിയിൽ പിന്നണി ഗായകർ പാടുന്നതിനനുസരിച്ച് നടൻ അഭിനയിക്കുന്ന രീതിക്ക് തുടക്കമിട്ട സമ്പ്രദായമാണ് വെട്ടത്ത് നാടൻ സമ്പ്രദായം. പ്രസ്താവന 2. വെട്ടത്ത് നാടൻ സമ്പ്രദായത്തിന് ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങൾക്ക് എത്യോപ്യയിലെ പരമ്പരാഗത വേഷമാണ് പ്രചോദനമായിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്ഷൻ 2 പ്രസ്താവന ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ശരിയായ ജോഡികൾ ഏതെല്ലാം? ചേതന മല്ലിക്. ചേതന മല്ലിക് നമ്മൾ നേരത്തെയും പഠിച്ചായിരുന്നല്ലോ. ആരാച്ചാറിലെ ക്യാരക്ടറാണ് ചേതന മല്ലിക്. പിന്നെ ത്രിപുര സുന്ദരി കൊച്ചമ്മ ധർമ്മരാജയിലെ ക്യാരക്ടറാണ്. ഇബ്നു ബത്തൂത്ത ഗോവർദ്ധൻ്റെ യാത്രകൾ. ഒറ്റക്കണ്ണം പോക്കർ പാത്തുമ്മയുടെ അടല്ല. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3 ആണ് ശരിയായ ജോഡി. 4 തെറ്റാണ്. ഇനി അടുത്ത് പട്ടിക 1 പട്ടിക 2 ചേരുമ്പടി ചേർക്കുക. കോമാളൻ ഇത് ഓരോ കാർഷിക വർഗമാണ്, വിത്തിനമാണ്. കോമാളൻ തെങ്ങിൻ്റെ ഇനമാണ്. തിലോത്തമ എള്ളിൻ്റെ ഇനമാണ്. മൽഗോവ മാംഗോ എന്ന് കേട്ടിട്ടില്ല, അപ്പം മാവ്. പിന്നെ പഞ്ചാബ് ജയൻറ്റ് പപ്പായ. ഓപ്ഷൻ സി ആണ് ആൻസറേ. ഇനി താഴെ പറയുന്നവ പരിഗണിക്കുക. പാർലമെൻറ്റിൻ്റെ ഉപരിസഭയിൽ വൈസ് പ്രസിഡൻ്റ് അധ്യക്ഷത വഹിക്കുന്ന രീതി. ഇന്ത്യയിലെ ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന് നാമകരണം ചെയ്യുന്ന രീതി. അവശിഷ്ടാധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരം. രാഷ്ട്രപതി ഭരണഘടനാ ലംഘനം നടത്തിയാൽ തൽസ്ഥാനത്ത് നീക്കുന്ന നടപടിയായ ഇംപീച്ച്മെൻറ്റ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം. ഇവയിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങൾ ഏതെല്ലാം? ഇതിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് കടം കൊണ്ട ആശയം പാർലമെൻറ്റിൻ്റെ ഉപരിസഭയിൽ വൈസ് പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന രീതി. അത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തതാണ്. ഇന്ത്യയിലെ ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന് നാമകരണം ചെയ്യുന്ന രീതി 2 അതും അവിടെ നിന്ന് കടമെടുത്തതാണ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് അത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ്. സംയുക്ത സമ്മേളനമൊക്കെ അറിയാമല്ലോ, ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തതാണ്. അവശിഷ്ടാധികാരം അയർലൻഡാണ്. അപ്പോൾ 1, 2, 4 ഓപ്ഷൻ ഡി ആണ് ആൻസർ. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മോഷ്ടിച്ച കമ്പ്യൂട്ടർ ആശയവിനിമയ സംവിധാനം വാങ്ങുന്നത് കുറ്റകരമാക്കുന്ന IT നിയമത്തിലെ വകുപ്പാണ് 66B. 2 ഇലക്ട്രോണിക് രീതിയിൽ അപമാനകരമായ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് തടയുന്ന വകുപ്പാണ് 67-ാം വകുപ്പ്. വ്യാജ ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പാണ് 73-ാം വകുപ്പ്. പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പാണ് 67A. ഇത് എല്ലാം ശരിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഇതെല്ലാം ശരിയാണ്. 1, 2, 3, 4 പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ 66A. അതും ശരിയാണ്. 67A 66A അല്ല, 67A. തെറ്റായ പ്രസ്താവന ഏത്? ലോകത്തിലെ തന്നെ ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടാണ് പശ്ചിമഘട്ടം. പരിസ്ഥിതിയുടെ സന്തുലനത്തിനായി ഇന്ത്യയിൽ വിസ്തീർണത്തിൻ്റെ 50% വനമാണ് ഉണ്ടായിരിക്കേണ്ടത്. സി. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യമാണ് ആവാസ വ്യവസ്ഥയാണ് സ്ഥിരസമ്പത്ത്. ഡി. തെഹരി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് എതിരെയാണ് സുന്ദർലാൽ ബഹുഗുണ ഭഗീരഥി തീരത്ത് ഉപവാസ സമരം നടത്തിയത്. ഇതിൽ ബി ആണ് തെറ്റ്. പരിസ്ഥിതിയുടെ സന്തുലനത്തിനായി ഇന്ത്യയിൽ വിസ്തീർണത്തിൻ്റെ 50% വനമാണ് ഉണ്ടായിരിക്കേണ്ടത്. ബാക്കി എയും സിയും ഡിയും ശരിയാണ്. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യമാണ് ആവാസ വ്യവസ്ഥയാണ് സ്ഥിരസമ്പത്ത്. അത് ശരിയാണ്. ലോകത്തിലെ തന്നെ ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടാണ് പശ്ചിമഘട്ടം. അതും ശരിയാണ്. ഡിയും ശരിയാണ്. തെറ്റ് ബി ആണ്.
ആദ്യത്തെ 2 സെറ്റിലാണ് നമ്മളിപ്പോൾ ചെയ്തത്. ബാക്കി 3 സെറ്റും കൂടെ ഉണ്ട്. അത് ഉടനെ തന്നെ ചാനലിൽ ആ വീഡിയോ ഇടാം.